الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോട് നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. നമ്മൾ സാധാരണ നമ്മുടെ നമസ്കാരങ്ങളിൽ പലപ്പോഴും നമ്മൾ ചെറിയ സൂറത്തുകളാണ് സാധാരണ പാരായണം ചെയ്യാറുള്ളത്. വളരെ ലളിതമായ എളുപ്പത്തിൽ നമുക്കതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും പഠിച്ചെടുക്കാൻ കഴിയും. പക്ഷെ പലപ്പോഴും അങ്ങനെ സമയം കിട്ടാത്തത് കൊണ്ടോ അതിന് സന്ദർഭങ്ങളില്ലാത്തത് കൊണ്ടോ പലരും അങ്ങനെ ശ്രമിക്കാറില്ല. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ എന്തായിരുന്നാലും നമുക്കൊരു ഉത്ബോധനമാണ്. അപ്പോൾ ആ നമസ്കാരം കഴിയുമ്പോഴേക്ക് അത് ഇമാമ് പാരായണം ചെയ്താലും നമ്മൾ പാരായണം ചെയ്താലും എല്ലാം നമുക്കതൊരു ഉത്ബോധനമായി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും, പ്രതിഫലിക്കും. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅയുടെ മിമ്പറുകളിൽ വെച്ചു തന്നെ ഖുർആനിൻ്റെ ചില അധ്യായങ്ങളും ആശയങ്ങളും സമ്പൂർണ്ണമായി സഹാബത്തിന് പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് നമുക്ക് ഹദീസുകൾ കാണാൻ പറ്റും. സൂറത്ത് ഖാഫൊക്കെ അങ്ങനെ മിമ്പറിൽ വെച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൂറത്തുകളിൽപ്പെട്ട സൂറത്തുകളാണ്. പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തപ്പെടുന്ന വലിയ ഉത്ബോധനങ്ങളുള്ള വിചാരണയെക്കുറിച്ച് പറയുന്ന, അള്ളാഹുവിൻ്റെ മുറാഖബത്തിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ചെല്ലാം പറയുന്ന ഒരു വിശാലമായ അധ്യായമാണ് സൂറത്ത് ഖാഫ്. നമ്മുടെ നമസ്കാരത്തിൽ അതേപോലെ നമ്മൾ ഓതുന്ന ചെറിയ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു തെക്കാസുർ. വിശുദ്ധ ഖുർആനിലെ 102-ാമത്തെ അധ്യായമാണത്. വളരെ വലിയൊരു ഉത്ബോധനവും ആശയവുമാണ് നമുക്ക് യഥാർത്ഥത്തിൽ നൽകുന്നത്. അപ്പോൾ ആ ഒരു സൂറത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് കേട്ടാൽ ഒരു ഓർമ്മപ്പെടുത്തലും ഒരു ഉത്ബോധനവുമായി മാറും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അധ്യായം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു പറയുന്നത് മനുഷ്യൻ എന്താണ്, അശ്രദ്ധനാണെന്ന്. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എന്താണ് ഞാൻ ഇവിടെ ചെയ്യേണ്ടത്
എന്ന കാര്യത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായ അശ്രദ്ധ മനുഷ്യനുണ്ട് എന്ന് അള്ളയാണ് പറയണത്. നമ്മളെക്കുറിച്ച് അറിയുന്ന പടച്ചവൻ പറയാണ് അശ്രദ്ധമാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയമൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ ഓട്ടത്തിലും പാച്ചിലുമാണ്. എന്തിനാണോ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്, എന്താണോ നമ്മളിവിടെ നിർവഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എന്തില്ല, യഥാർത്ഥത്തിൽ നമുക്ക് ബോധമില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്ത് ഓർമ്മപ്പെടുത്തുന്ന കാര്യം. രണ്ട് പ്രശ്നമാണ് മനുഷ്യനെ സംബന്ധിച്ചത്. ഒന്ന്, നമുക്ക് കിട്ടുന്ന അള്ളാഹു നമുക്ക് തരുന്ന സമയം, സൗകര്യം, അനുഗ്രഹങ്ങളെല്ലാം സത്യത്തിൽ നമ്മൾ എന്തിനു വിനിയോഗിക്കണം? നമുക്ക് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെങ്കിൽ ആ നടത്തത്തെ നമ്മൾ എന്തിനു ഉപയോഗിക്കണം? നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ആ പണം കൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? അപ്പോൾ സത്യത്തിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് ഖുർആൻ ഒരു വാക്കിൽ പറഞ്ഞു, അത്തകാസുർ എന്നാണ്. അത്തകാസുർ എന്ന് പറഞ്ഞാൽ എന്താണോ നമുക്കുള്ളത് അതിൽ നമ്മൾ മറ്റുള്ളവരെക്കാളും മുന്നിൽ നിൽക്കുന്നു എന്ന് വരുത്തുവാനുള്ള അധ്വാനങ്ങളും പരിശ്രമങ്ങളുമാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടുണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ല സ്ഥലത്ത് ശാന്തമായി സമാധാനമായിട്ട് പ്രത്യേകിച്ച് ആരുടെയും ഉപദ്രവമൊന്നുമില്ലാതെ താമസിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം നമുക്ക് എല്ലാവർക്കും ഒരു വീടുണ്ടാക്കും. എന്നാൽ ആ വീടിനൊരു പ്ലാൻ വരക്കുമ്പോൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്കിടയിൽ അഭിമാനത്തോടുകൂടെ നിൽക്കുന്ന ഒരു വീടായിരിക്കണം അത് അത്യാവശ്യം ഒരു ജീവിത സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാളെ വീടാണെന്ന് തോന്നണം എന്നുകൂടെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നു. ഒരു പക്ഷേ അടിസ്ഥാനപരമായ നമ്മുടെ സൗകര്യങ്ങളെക്കാളും നമ്മൾ ഒരു പക്ഷേ അതിന് മുൻഗണന കൊടുക്കും. അത് തെറ്റാണെന്നല്ല പറയണത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ഓടുമ്പോൾ കുറഞ്ഞ ആയുസ്സല്ലേ മനുഷ്യനുള്ളൂ. ആ സമയവും ആരോഗ്യവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? യഥാർത്ഥ കാര്യങ്ങൾ നമ്മൾ തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ സമ്പാദിക്കുന്നതിനോ ജീവിതം അനുഭവിക്കുന്നതിനോ നല്ല വീട്ടിൽ താമസിക്കുന്നതിനോ നല്ല വാഹനം ഉപയോഗിക്കുന്നതിനൊന്നും അള്ളാഹു നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ നമുക്ക് അനുവദിച്ച കാര്യങ്ങളാണ്. പക്ഷേ അതൊന്നും നമ്മുടെ അടിസ്ഥാന ജീവിത ലക്ഷ്യങ്ങളെ വിസ്മരിച്ചു കൊണ്ടാവരുത്. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അള്ളാഹിനെക്കുറിച്ച് അറിയാൻ നമുക്ക് സമയം വേണം. അള്ളാഹുവിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങാനും അവനോട് സ്വകാര്യമായി സ്വതന്ത്രമായി നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ തുറന്നു പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് കുറച്ച് സമയം വേണം. ധൃതി പിടിച്ച് നമ്മൾ എഴുന്നേറ്റ് ഓടുമ്പോൾ ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ഒന്ന് ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ മനസ്സിനെ ഒന്ന് പിടിച്ചിട്ട് നിസ്കരിക്കാനോ കഴിയാത്ത ഒരു ഓട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൂടാന്നാണ്. മാത്രമല്ല, ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാറ്റിനോടുമുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായി അള്ളാഹിനെ നമ്മൾ സ്നേഹിക്കണം. ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടോ അതിനോടൊക്കെ ഉള്ള സ്നേഹത്തിൻ്റെ അപ്പുറത്തേക്കായിരിക്കണം അള്ളാഹിൻ്റെ സ്നേഹം. അള്ളാഹുവിൻ്റെ കൽപ്പനകളോ നിർദ്ദേശങ്ങളോ പാലിക്കാൻ ഭൗതിക ജീവിതത്തിൽ ഒരു സൗകര്യങ്ങളും നമ്മൾ അശ്രദ്ധമാക്കാനോ തടസ്സപ്പെടുത്താനോ പറ്റൂല എന്നാണ്. ഇനി എന്താണ് സുഹൃത്തുക്കളെ, കുറേ നമ്മൾ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം? യഖൂലു ഇബ്നു ആദമിൻ്റെ മകൻ പറയും, മാലി മാലി, എൻ്റെ ധനം എൻ്റെ ധനം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പറയണില്ലെങ്കിലും മനസ്സിലെപ്പോഴും നമ്മളിങ്ങനെ നമ്മളെ പൈസനെക്കുറിച്ചും നമ്മുടെ സമ്പാദ്യത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചും ബാലൻസിനെക്കുറിച്ചും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലക്ക മിമ്മാലിക്ക ഇല്ല അക്കൽത്ത അഫ്നൈ, നിനക്ക് എന്തുണ്ടാവും അതെൻ്റെ സ്വത്തെന്ന്? അതല്ലേ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ചു വെച്ചെന്ന് എന്തുണ്ടാകുക എന്ന്? നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ തിന്നത്, നിൻ്റെ സ്വത്തുനിന്ന് എടുത്ത് പൈസ കൊടുത്ത് നീ വാങ്ങി കഴിച്ചതുണ്ടല്ലോ, അതിപ്പോൾ നിൻ്റേതായി കഴിഞ്ഞു. അതേപോലെ തന്നെ നീ ധരിച്ചത്, നീ വസ്ത്രം വാങ്ങാൻ വേണ്ടി കൊടുത്ത പൈസ ഉണ്ടല്ലോ, അത് നിനക്ക് ഉപകാരപ്പെട്ടു, കാരണം ആ വസ്ത്രം നീ ഉപയോഗിച്ചല്ലോ. നീ സദക്ക കൊടുത്തില്ലേ കുറേ സ്വത്ത്, അതും നിനക്ക് എന്ത് ചെയ്തു? ഉപകാരപ്പെട്ട കാര്യമാകുന്നു എന്നാണ് പറയുന്നത്. വേറൊരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും, പിന്നെ യത്ബഉൽ മയ്യിത്ത തലാത്ത, 3 മയ്യത്തിൻ്റെ കൂടെ വരുന്നതാണ്. ഫയർജുഇസ്നാനി വയബ്കാമഅഹു വാഹിദ്, 2 മടങ്ങും, 1 അവിടെ നിൽക്കുന്നതാണ്. ഏതാണ് യത്ബഉഹു അഹ്ലുഹു വമാലുഹു അമലുഹു, അവൻ്റെ പ്രവർത്തനങ്ങളും സമ്പത്തും ഒക്കെ അവൻ്റെ കൂടെ വരും. എന്നിട്ട് അവൻ്റെ സമ്പത്തും അവൻ്റെ ബന്ധുക്കളുമെല്ലാം കബറിൽ വെച്ചുകൊണ്ട് തിരിച്ചു പോരും. വയബ്ക അമലുഹു, അവൻ്റെ അമലുകൾ, അവൻ്റെ സൽപ്രവർത്തനങ്ങൾ അവൻ്റെ ബാക്കിയാകും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ സമയത്തൊക്കെ കുറച്ചിങ്ങനെ പോവുക, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്ത് ചെയ്യുക, പരലോകത്തിന് വേണ്ടി മാത്രമായിട്ടാണ് ജീവിക്കാമെന്നാണ്. അങ്ങോട്ട് ആരാധനകളും ഹജ്ജും ഉംറയൊക്കെ ആയിട്ടാണ് ജീവിക്കാന്നാണ്. അത് വെറുതെയാണ് സുഹൃത്തുക്കൾ. അള്ളാഹു റസൂൽ പറയുന്നുണ്ട്, യഹ്റമു ഇബ്നു ആദം വതബ്കാ മിൻഹു ഇത്നതാനി എന്നാണ്. ആദമിൻ്റെ മകന്, മനുഷ്യനിങ്ങനെ വയസ്സായി വരുമ്പോൾ അവൻ്റെ ശരീരമൊക്കെ വയസ്സിലേക്കും പ്രായാധിക്യത്തിലേക്കും പോകുമ്പോൾ 2 കാര്യം അവനിൽ എന്തായിരിക്കും? യുവത്വം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നതാണ്. 2 ആളെപ്പോഴും ചെറുപ്പക്കാരേക്കാരം. അതേതാണ്? അൽ ഹിർസ്,
ഏത് ആർത്തി, സമ്പത്തിനോടും ദുനിയാവിനോടുള്ള ആഗ്രഹം കൂടണം. ഇനി കുറച്ച് ദിവസം ഉള്ളല്ലോ, ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ഇവിടുത്തൊക്കെ നോക്കണമെന്നല്ല ആലോചിക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാൻ തിന്നാൻ ബാക്കിയുണ്ടോ, അനുഭവിക്കാൻ ബാക്കിയുണ്ടോ, നേടാൻ ബാക്കിയുണ്ടോ എന്നാണ് ആലോചിക്കുന്നത്. വൽ അമൽ, അവൻ്റെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും ഒന്നും ഒരു കുറവുണ്ടാവില്ല എന്നാണ്. പുതിയ പുതിയ മോഹങ്ങളും പുതിയ പുതിയ ആഗ്രഹങ്ങളും വയസ്സാകും തോറും വന്നുകൊണ്ടിരിക്കുകയാവും എന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, എന്നിട്ട് അല്ല പറയാണ് ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഈ യാഥാർത്ഥ്യം പറയുമ്പോൾ മനസ്സിലാവണില്ലെങ്കിൽ എപ്പോൾ മനസ്സിലാകും? ഹത്താ സുർത്തുമുൽ മക്കാബിർ, ഹത്താ സുർത്തുമുൽ മക്കാബിർ, നിങ്ങൾ കബറിൽ താമസിക്കുമ്പോൾ എന്നല്ല അല്ല പറഞ്ഞു, നിങ്ങൾ കബറിടങ്ങൾ സന്ദർശിക്കുമ്പോൾ എന്നാണ്. എൻ്റെ മയ്യത്ത് കബറ് കിടക്കുമ്പോൾ മനസ്സിലാകും എൻ്റെ ഓട്ടം വെറുതെ ആയിരുന്നു, എൻ്റെ കുറേ ജീവിതം അശ്രദ്ധമായി പോയി, എനിക്ക് വെറുതെയായി പോയി എന്ന് മരണം മുന്നിലെത്തുമ്പോൾ നിനക്ക് മനസ്സിലാവും. കബറിങ്ങക്ക് എടുക്കുമ്പോൾ നിനക്ക് ഇന്നെ കുളിപ്പിക്കാനും കൊണ്ടുപോകാനാണ് ഒരുങ്ങണതെന്ന് മനസ്സിലാകുമ്പോൾ നിനക്ക് മനസ്സിലാവുന്നത്. എന്താ സുഹൃത്തും എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക. എന്താ സന്ദർശിക്കുക എന്ന് പറയാൻ കാരണം, കബറിങ്ങ നിൽക്കൂല, നമ്മൾ കബറിൽ നിൽക്കൂല, കബറിലൊരു സന്ദർശകനാണ് നമ്മൾ. കബറിങ്ങെന്നും പോവും, പരലോകത്തേക്കുള്ള ഒരു കവാടം മാത്രമാണ് ഖബർ എന്നാണ്. അതാണ് ഹത്താ സുർത്തുമുൽ മക്കാബിർ. അവിടെ താമസിക്കണ വരേതല്ല, അവിടെ സന്ദർശിക്കുന്നത് വരെ എന്നാണ് പറഞ്ഞത്. സുഹൃത്തുക്കളെ, 3 കാര്യങ്ങളെ കൊണ്ട് നമുക്ക് നമ്മളെ ബ്രേക്ക് ഇടാൻ പറ്റുള്ളൂ. 3 കാര്യങ്ങളെ കൊണ്ട് ഈ മനുഷ്യൻ്റെ അശ്രദ്ധമായ ജീവിത പാച്ചിലുകൾക്ക് തടസ്സം നിൽക്കാൻ 2 കാര്യങ്ങൾ. ഒന്ന് ഈ പറഞ്ഞ മരണമാണ്. മനസ്സിലായി? എനിക്കും നിങ്ങൾക്കുമൊക്കെ എവിടെ ഒന്നുമില്ല. രാത്രി ഭക്ഷണം കഴിക്കുകയാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു. ആൾക്കാർ ഒരു മരണക്കേസൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാളെ രണ്ടാമത് കാണുകയാണെങ്കിൽ അയാൾ പറയും അറിഞ്ഞു പോയിക്കും. അറിഞ്ഞു എന്ന് വെച്ചിട്ട് ഒരു മരണത്തെക്കുറിച്ചല്ല അയാൾ പറയണം, ആകസ്മികമായ ഒട്ടനവധി മരണങ്ങളെക്കുറിച്ച് അയാൾ പറയണം. അതൊക്കെ നമുക്ക് ഞെട്ടലുകളാണ്. മനസ്സിലായി? അത് നമ്മളുടെ മരണത്തെക്കുറിച്ച് ആളുകൾ പറയുന്ന ഒരു ദിനമുണ്ടാകുമല്ലോ. എന്താ സുഹൃത്തുക്കളെ, ഈ ഓട്ടവും പാച്ചിലും അശ്രദ്ധമായ ജീവിതം. ജമാഅത്തിന് പോകാൻ നേരം വെളുക്കുമ്പോൾ ഒന്ന് സുബൈക്ക് തൊട്ടടുത്ത പള്ളിക്കൊന്ന് ബാങ്ക് കേട്ടാൽ നീച്ചു പോകണില്ല, സക്കാത്തൊന്ന് കണക്കാക്കി കൊടുക്കണില്ല, ഒരു സ്വതക്കൊക്കെ 1000, 1500, 2000 റുപ്യക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് മക്കളെ കൂട്ടി ഹോട്ടലിൽ കൊടുക്കുമ്പോൾ ഒരു 200 റുപ്യ ഒരു ഡെയിലി ഒരു സംഭാവന കൊടുക്കും, വല്ലാത്തൊരു വേദന, മനസ്സൊക്കൊരു വിഷമം. എന്താണ്? അൽഹാക്കുമുത്തക്കാത്തു. നമ്മളിങ്ങനെ ഒരുക്കൂട്ടി വെക്കുകയാണ്. നമ്മുടെ സമ്പത്തും പെരുമയും സ്ഥാപിക്കാൻ വേണ്ടി പുതിയ കാറ് വാങ്ങാനും പുതിയ വാഹനം വാങ്ങാനും മക്കൾക്ക് പുതിയ ഭാവി പണിയാനും പിശുക്കി വെൽക്കുകയാണ് നമ്മളെല്ലാം. അടിസ്ഥാന കാര്യങ്ങൾക്ക് ചെലവഴിക്കാതിരിക്കുന്നത് ഒന്ന് മരണമാണ്. രണ്ടാമത്തത് എന്താണ് സുഹൃത്തുക്കളെ? കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം. രണ്ടാമത്തത് നരകാണ്. ശരി, നരകത്തെ നിങ്ങൾ കാണുക തന്നെ, മനസ്സ് ഹൃദയത്തേക്ക് പറ്റണം. നരകം എന്ന ഒരു യാഥാർത്ഥ്യം എൻ്റെ മുന്നിൽ എന്നെ കാത്തു നിൽക്കുന്നുണ്ട് എന്നത് മനുഷ്യന് ബോധ്യം വേണമെന്നാണ്, ഉറപ്പ് വേണമെന്നാണ്. കാരണം ലതറവുന്നൽ ജഹീം, നരകത്തെ കാണുക തന്നെ ചെയ്യുന്നതാണ്, നേർക്ക് നേരെയുള്ള കൺകാഴ്ചയായിട്ട് കാണുന്നതാണ്. അപ്പം എന്താ പറയുക, സത്യം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ജീവിതത്തിൽ മനുഷ്യൻ എന്തൊന്നാണോ ഇപ്പോൾ ഈ സംസാരത്തിലും നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്, ആ ബോധ്യപ്പെടുത്തൽ പ്രസംഗത്തിലൂടെ ബോധ്യപ്പെടാത്തവർക്ക് ഖബർ കാണുമ്പോൾ ബോധ്യപ്പെടുന്നതാണ്, മരണം കാണുമ്പോൾ. അതല്ലെങ്കിൽ പിന്നെ ബോധ്യപ്പെടുന്ന ഒരു സമയമാണ് എന്ത്? നരകം കാണുമ്പോൾ അവന് ബോധ്യപ്പെടുന്നതാണ്. നരകം കാണുന്ന രംഗം വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റ. ലോകം അവസാനിക്കുന്ന സമയത്ത് മനുഷ്യൻ ചിന്തിക്കും, ആലോചിക്കും, മനുഷ്യൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളും. പക്ഷേ അപ്പം ആലോചിച്ചിട്ട് എന്താണ് കാര്യം എന്നാണ്. യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ, ഈ പരലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലും വെച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നതാണ്. നരകം കാണുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. വറഅൽ മുജ്രിമൂനൻ നാറ ഫളന്നു അന്നഹും മുവാഖിഉഹാ വലം യജിദു അൻഹാ മസ്രിഫ. വറഅൽ മുജ്രിമൂനൻ നാർ, കുറ്റവാളികൾ നരകത്തെങ്ങനെ കാണും. ഫളന്നു അന്നഹും മുവാഖിഉഹ, അവർക്ക് മനസ്സിലാവും ഞാൻ ദീ വീഴാൻ പോവുകയാണ്. നരകം ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ദീക്ക് വീഴാൻ പോവുകയാണ് എന്നവന് മനസ്സിലാകും. മാത്രല്ല, വീഴാൻ പോകുക എന്ന് മനസ്സിലാകുക മാത്രല്ല, വലം യജിദു അൻഹാ മുസ്രിഫ, ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മസ്രിഫ, ഇന്ന് തെറ്റിപ്പോകാൻ പറ്റും, ഇന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നെന്ത് ചെയ്യില്ല, അവൻ ഒരിക്കലും സാധ്യമല്ല എന്ന് അവർ കാണുകയും ചെയ്യുമ്പോൾ വല്ലാത്തൊരു പ്രയാസം. നരകത്തേക്ക് വീഴാണ്, ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ ഒരു രക്ഷയില്ല എന്നവന് മനസ്സിലാകുന്ന ഒരു സന്ദർഭം വരുന്നതാണ്. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മരിക്കുന്ന ആലോചിക്കാം. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് കിട്ടും. അങ്ങനെ ഓടിയിട്ട് കാര്യമില്ല, കുറച്ച് ലക്ഷ്യബോധത്തോടെ ഓടണം. രണ്ടാമത്തത്, ഈ കണ്ണുകൊണ്ട് ഞാൻ കാണാൻ പോകുന്നുണ്ടൊരു കാഴ്ച, നരകത്തിൻ്റെ കാഴ്ച. അവിടെ എത്തുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന ബോധം.
മൂന്നാമത്തത് എന്താണ് ഖുർആൻ പറയുന്നത്? അശ്രദ്ധയിൽ നിന്ന് മനുഷ്യനെ ഉണർത്തുന്ന മൂന്നാമത്തെ കാര്യം എന്താണെങ്കിലും, മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സുഹൃത്തുക്കളെ, നമുക്ക് എന്തെല്ലാം നമ്മൾ അധ്വാനിച്ച് നേടിയോ അതിനൊക്കെ നമ്മൾ കണക്ക് പറയണം. അതിനൊക്കെ നമ്മൾ കണക്ക് പറയണം. മനസ്സിലായി? നമ്മളെ പണത്തിനും സ്വത്തിനൊക്കെ നമ്മൾ പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ടാക്സിൻ്റെ ഒക്കെ കണക്ക് ഗവൺമെൻറ്റിന് കൊടുക്കണില്ലേ? നാളെ ഒരു ഫൈന് വരാതിരിക്കാൻ, കോടികൾ നമ്മുടെ മേൽ ചുമത്താതിരിക്കാൻ എത്ര കൃത്യതയോടുകൂടെയാണ് നമ്മൾ പരമാവധി അക്കൗണ്ടിൽ വരാതിരിക്കാനല്ലേ ആൾക്കാർ ശ്രമിക്കുക, അല്ലേ? എന്നാൽ ആലോചിച്ച് നോക്കും നിങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന എന്തിനും നമ്മൾ അള്ളാഹുവോട് സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ജീവിതത്തിൽ അനുഭവിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. ജീവിതത്തിൽ അനുഭവിച്ച് കുടിച്ചൊരു ഗ്ലാസ് വെള്ളത്തെക്കുറിച്ച് പോലും നമ്മൾ ചോദിക്കപ്പെടാതെ പോകൂല, എല്ലാം ചോദിക്കുന്നതാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഈ കണ്ണ് ജനിച്ച് മുതൽ കാണല്ലേ സുഹൃത്തുക്കളെ? കണ്ണുകൊണ്ട് ഒരു 10, 70, 80 കൊല്ലം ഈ കണ്ണ് ഉപയോഗിച്ചതിൻ്റെ കണക്ക് പറയണം. എന്താണ്? കണ്ടതിൻ്റെ കണക്ക് പറയണം, ഹൃദയത്തിൻ്റെ കണക്ക് പറയണം, കേട്ടതിൻ്റെ കണക്ക് പറയണം, ജീവിതത്തിൽ അനുഭവിച്ച ഏതൊരു ലളിതമായ സുഖത്തിൻ്റെയും കണക്ക് നമ്മൾ പറയണം എന്നാണ്. ജാബിർ ബിൻ അബ്ദുള്ള ഹദീസിൽ കാണാൻ പറ്റും, അക്കല റസൂലുള്ളാഹി വ അബൂബക്കർ ഉമർ റുത്ബൻ വശരിബു മാഅൻ. എന്താണ്? കുറച്ച് കാരക്കയും കുറച്ച് വെള്ളവും അള്ളാഹിൻ്റെ റസൂലും അബൂബക്കർ സിദ്ദീഖും ഉമർ റളിയല്ലാഹു അൻഹും പാടെ കുടിച്ചു തിന്നു. അപ്പം അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഹാദാ മിനൻ നഈം അല്ലദീ തുസ്അലൂന അൻഹു. നാളെ ചോദിക്കുമെന്ന് അറിഞ്ഞിട്ടില്ലേ സൂറത്ത് തക്കാസിൽ? ആ ചോദിക്കണിൽ ഇത് പെടുന്നു. ഏത്? ഈ കുടിച്ച വെള്ളവും ഈ ഈത്തപ്പഴവും പെടും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ ആർഭാടപൂർവ്വം ആഹ്ലാദപൂർവ്വം അനുഭവിക്കുമ്പോൾ എന്തിപ്പോൾ അതൊക്കെ തന്നിട്ട് നീ ചെയ്തത്? എന്നിട്ട് എന്തേ നീ ചെയ്തത്? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പട്ടിണി കിടക്കുന്നവർക്കിടയിൽ സുഭിക്ഷമായി ഒന്നും ചിന്തിക്കാതെ ചെയ്യാൻ നിനക്ക് തന്നിട്ട് എന്തേ നീ ചെയ്തത് എന്ന് നോക്കൂ നിങ്ങൾ. ഏറ്റവും അഹ്കാഫിൽ 20-ാമത്തെ ആയത്തുണ്ട്, വയൗമ യുഅറദുല്ലദീന കഫറൂ അലന്നാർ. ആ നരകത്തിൻ്റെ മുന്നിൽ, നരകം ഇങ്ങനെ കണ്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ കാഫിരീങ്ങളായ ആളുകൾ, അവിശ്വാസികൾ നിൽക്കുമ്പോൾ, അദ്ഹബ്തും ത്വയ്യിബാതികും ഫീ ഹയാതികുമുദ്ദുൻയാ, അവരോട് പറയപ്പെടുന്നതാണ്, ഐഹിക ജീവിതത്തിൽ നിങ്ങളുടെ നല്ല വസ്തുക്കളെല്ലാം നിങ്ങൾ പാഴാക്കി കളഞ്ഞു. എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടി, എന്തൊക്കെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് തന്നു, അതൊക്കെ നിങ്ങൾ പാഴാക്കി കളഞ്ഞു. ഇത് നരകം ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോഴേ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എത്ര നല്ല അവസരങ്ങളും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിരുന്നു എന്നാണ്. വസ്തംതഅതും ബിഹാ, അത് നിങ്ങൾ ആസ്വദിച്ചു സുഖിച്ചതൊക്കെ നിങ്ങൾ ശരിക്കും അനുഭവിച്ചു. ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർള് ബിഗൈരിൽ ഹഖ് വബിമാ കുൻതും തഫ്സുഖൂൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും നിന്ദ്യമായ ശിക്ഷയാണ് ഭൂമിയിൽ നിങ്ങൾ അഹങ്കരിച്ച് നടന്നതിന് അന്യായമായി അതിനുള്ള ശിക്ഷയായിട്ട് നിങ്ങൾക്ക് നരകമാണ് ഇവിടെ തരാൻ പോകുന്നതെന്ന്. എന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി ശരിയായ ഒരു വിചാരണയെ മുന്നിൽ കണ്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നതിനൊക്കെ കണക്ക് പറയേണ്ടി വരും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സുഹൃത്തുക്കൾ അള്ളാഹു വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അള്ള തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന, അള്ള തന്നൊരു അനുഗ്രഹം അള്ളാഹ്ക്ക് എതിരെ ഉപയോഗിക്കാതിരിക്കും. അള്ള തന്നൊരു അനുഗ്രഹത്തെ അള്ളാഹ്ക്ക് എതിരെ ഉപയോഗിക്കാതിരിക്കും. അള്ള തന്ന ഏതൊരു അനുഗ്രഹത്തിൽ നിന്നും അള്ളാഹിൻ്റെ പ്രതിഫലം വാങ്ങാൻ എന്ത് വഴിയുണ്ടെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാം. ആയുസ്സൊരു അനുഗ്രഹമല്ലേ? കുറേ ആയുസ് കിട്ടിയിട്ട് എന്തേ ചെയ്തു? കുറേ പണം കിട്ടിയിട്ട് എന്തേ ചെയ്തു? കുറേ ആരോഗ്യം കിട്ടിയിട്ട് എന്തേ, കുറേ സൗകര്യങ്ങൾ കിട്ടിയിട്ട് എന്തേ ചെയ്തു എന്ന് അള്ളാഹു ചോദിക്കില്ലേ സുഹൃത്തുക്കളെ? നമ്മുടെ വാഹനങ്ങൾ എങ്ങോട്ടാണ് ഓടിയത്? നമ്മുടെ വാഹനങ്ങൾ, വീട്ടുമുറ്റത്തുള്ള വാഹനം ഉപയോഗിച്ച് നമ്മൾ എങ്ങോട്ടാണ് ഓടിയത്? എല്ലാ നിലക്കും ഒരു ബൈക്ക് കയ്യിലില്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കേക്കാണ്. പള്ളിയിൽ പോകാൻ എന്ത് പണിയുള്ളത്? പള്ളിയിൽ പോകാൻ എന്തെങ്കിലും പണിയുണ്ടാവും. പക്ഷേ ആ ബൈക്ക് കൊണ്ട് 10, 60 കൊല്ലം എത്രയോ ആയിരക്കണക്കിന് ലിറ്റർ പെട്രോൾ അടിച്ച് കൊണ്ടുനടന്നിട്ട് അതിന് എന്ത് ഉപകാരമാണ് ആ എണ്ണ കൊണ്ട്, ആ വണ്ടി കൊണ്ട് നിൻ്റെ പരലോകത്തേക്ക് കിട്ടിയെന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ സുഹൃത്തുക്കൾ? എല്ലാ അനുഗ്രഹങ്ങളും അങ്ങനെ വിചാരണക്കെടുക്കുമെന്ന് ചിന്തിച്ചാൽ നമ്മളൊക്കെ എത്ര മാറും. അതുകൊണ്ട് ഒന്ന് ഖബർ കാണും, ഒരു സന്ദർശകനായി അവിടെ ചെല്ലും. പരലോകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വാഹനമാണ് ഖബർ, അവിടെ എത്തും. രണ്ടാമത്തത് എന്താണ്? അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും നമ്മളോട് ചോദിക്കും. മറ്റൊന്ന്, നരകത്തെ നമ്മൾ നേർക്ക് നേരെ കാണും. ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് ഇടയ്ക്ക് ഈ സൂറത്ത് ഓതുവിൻ്റെ ആശയമൊക്കെ ഒന്ന് ആലോചിച്ച്
വേണമെങ്കിൽ നിസ്കാരത്തിൽ നിന്ന് ബോധപൂർവം ഈ സൂറത്തൊന്ന് ഓതി അതിൻ്റെ അർത്ഥം ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു ഊർജം നമുക്ക് കിട്ടും. ചെറിയൊരു ബ്രേക്ക് അശ്രദ്ധമായ ജീവിതത്തിൽ ഒരുപക്ഷെ ലഭിക്കും. അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും അവനെ കീഴ്പ്പെടുവാനും അവൻ്റെ അനുഗ്രഹങ്ങളെ നമുക്കെതിരായി ഉപയോഗിക്കാതിരിക്കുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ എന്ത് ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോഴും ഓർമ്മപ്പെടുത്തുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ആകണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ചിലപ്പോൾ ഈ സൂറത്തു തക്കാസർ കേട്ടപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ മനുഷ്യൻ്റെ രണ്ട് ദുർബലതകളെക്കുറിച്ച് അല്ല പറയുന്നുണ്ട്. ഒന്ന് മറവിയാണെന്ന്. ഒന്ന് മനുഷ്യനൊക്കെ മറക്കും. നമ്മൾ തീരുമാനിച്ചതും ചെയ്യാമെന്ന് വിചാരിച്ചതൊക്കെ മറക്കുന്നതാണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ തീരുമാനത്തിന് ഉറപ്പില്ല എന്നാണ്, അസ്മില്ല. നമ്മൾ തീരുമാനിച്ചാൽ അതണ്ട് നടക്കുന്നില്ല ഉറപ്പ്. ഇത് രണ്ടുണ്ടെങ്കിലേ മനുഷ്യൻ ഒരു കാര്യം, നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തിലെല്ലാം നമ്മൾ വീഴ്ച വരുത്തുന്നുണ്ടോ അതിൻ്റെയൊക്കെ കാരണം ഒന്ന് മറക്കലാണ്. ഇപ്പം നമ്മൾ ഇത് ചെയ്തോ നിൽക്കുമ്പോൾ എന്താ പറയുക, ഞാൻ മറന്നു, ഇവിടെയൊക്കെ ഓർമ്മയില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്, നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ. ഇന്നൊരു 2 പേജ് ഖുർആൻ ഓതാ ഞാൻ ഉറങ്ങൂല എന്നുള്ളൊരു തീരുമാനമല്ലല്ലോ. ഇന്നെന്തായാലും ഒരു വക്തെങ്കിലും പള്ളിക്കെന്ന് നിസ്കരിക്കാതിരിക്കൂല എന്നൊരു തീരുമാനമല്ല. അപ്പോൾ തീരുമാനശേഷി, ദൃഢനിശ്ചയം, അതേപോലെ തന്നെ ഓർമ്മ, മറവിയും ദൃഢനിശ്ചയം ഇല്ലായ്മയാണ് മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്നത്. ആദം നബി അള്ളാഹിനോട് ചെയ്ത് കരാറാണ്, മനസ്സിലായി, അള്ള വിരോധിച്ച ആ മരത്തുനിന്ന് ഭക്ഷിക്കൂലാന്ന്. അതിനെപ്പറ്റി അള്ള പറഞ്ഞ ഈ 2 കാര്യമാണ്. വലഖദ് അഹ്ദിനാ ഇലാ ആദമ മിൻ ഖബൽ, ആദമിനോട് നമ്മളൊരു കരാർ സ്വീകരിച്ചിരുന്നു, പക്ഷേ ഫനസിയ വലം നജിദ് ലഹു അസ്മ, പക്ഷേ ആദം അത് മറന്നു. വലം നജിദ് ലഹു അസ്മ, അദ്ദേഹത്തിന് നാം ദൃഢനിശ്ചയം, നിശ്ചയദാർഢ്യമുള്ളതായി നാം കണ്ടില്ല. നാം നിശ്ചയദാർഢ്യമുള്ളതായി, ശക്തമായ തീരുമാനമെടുക്കാതെ, കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാതെ ഒന്നും ജീവിതത്തിൽ മുന്നോട്ട് പോകില്ല. ആയുസ്സാണ് തീരും, മനസ്സിലേ. നമ്മൾ ജീവിതത്തിൽ അനുവർത്തിക്കണം എന്ന് വിചാരിക്കണ കാര്യം മരണത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ, ഇതൊക്കെ ഓർമ്മ വേണം. ഇപ്പം നമ്മളെ ഓർമ്മപ്പെടുത്താൻ അവസരങ്ങൾ വേണം, ഉത്ബോധനങ്ങൾ വേണം, കേൾക്കണം, മനസ്സിലാക്കണം. സുഹൃത്തുക്കൾ, എല്ലാറ്റിനും നമ്മൾ അതിനൊക്കെ നല്ല സംവിധാനങ്ങളും സൗകര്യങ്ങളും നമ്മുടെ ഫോണിലൂടെ തന്നെ നമുക്ക് ലഭിക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. അതേപോലെ തന്നെ ഇന്നതൊക്കെ ഞാൻ ചെയ്തിരിക്കും എന്നൊരു ദിവസത്തേക്ക് നമുക്കൊരു ടാർഗറ്റ് വേണം, ഒരു നിശ്ചയം വേണം. അത് നമ്മൾ ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു ആയത്ത് പഠിക്കുന്നു നമ്മൾ ദൃഢനിശ്ചയം ചെയ്താൽ 1 മാസം പിന്നിടുമ്പോൾ 30 ആയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരു കൊല്ലം പിന്നിടുമ്പോൾ 300 ആയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം എന്തേ പഠിക്കാതിരുന്നത്? തീരുമാനമില്ലാത്തത് കൊണ്ടാണ് പഠിക്കാതിരുന്നത്. തീരുമാനമില്ല. ശക്തമായ തീരുമാനങ്ങളും ഓർമ്മപ്പെടുത്തലുകളും മാത്രമേ മനുഷ്യനെ നന്മയിൽ സ്ഥിരമായി നിർത്തുകയുള്ളൂ. അതുകൊണ്ട് പരമാവധി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മഹത്വവും പ്രാധാന്യവും പരിഗണിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമുക്കതിൽ തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ഒരു സുഹൃത്ത് ഇന്ന് മരിച്ചു, അദ്ദേഹത്തിൻ്റെ ജനാസയിൽ നമ്മളൊക്കെ പങ്കെടുത്തു. അതേപോലെ നമ്മുടെ സഹോദരൻ്റെ മാതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. നമ്മുടെ പല ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവരൊക്കെ, ഇന്നലെ നമ്മുടെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മുടെ ജുമാക്ക് വന്നിരുന്ന സഹോദരനാണ് അദ്ദേഹം. പക്ഷേ ഇന്ന് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞു പോയിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറുകളെ അള്ളാഹു വിശാലമായി കൊടുക്കട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഭയാനകമായ നരകശിക്ഷയിൽ നിന്നും അള്ളാഹു ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار